രാഹുൽ ഈശ്വരും ടീമും, അതായത് പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദീപക് മരിച്ച സമയത്ത്, അതുപോലെ തന്നെ സവാദിനെ മാലയിട്ട് സ്വീകരിച്ച സംഭവം, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? ഈ ബസ്സിലുണ്ടാകുന്ന പരിപാടികളോ അല്ലെങ്കിൽ ഇവരിടപെടുന്ന സാധനങ്ങളോ ഒന്നും തന്നെ പുരുഷന്റെ പ്രശ്നമല്ല, അതൊരു മാനസിക പ്രശ്നമാണ്. ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി, അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ അതൊരു പുരുഷനായതുകൊണ്ട്, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ്, ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല, രാഹുൽ ചിലപ്പോൾ പുരുഷനല്ലേ, അവനിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അത് ചെയ്യുന്ന ഒരാൾ അബ്നോർമലാണ്, അത് പുരുഷനായാലും സ്ത്രീ ആയാലും. ചില സ്ത്രീകൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു ഇഷ്യൂ ആവാത്തത് പുരുഷന് നേരെ ചെയ്താൽ അവരത് ഇഷ്യൂ ആക്കാതെ മാക്സിമം ശ്രദ്ധിക്കും. അപ്പോൾ ആ രാഹുൽ ഈശ്വരെന്നും പറഞ്ഞവനും ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാൻ നടക്കുന്ന ഈ മണ്ടന്മാർക്കൊന്നും അവർ പുരുഷനാണെന്ന് തോന്നുന്നില്ല. അവർ വലിയ ഇങ്ങനത്തെ സെയിം കണ്ടീഷനുള്ള ആൾക്കാരാണോ? അതായത് ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടാനും മുട്ടാനും ഒക്കെ സാധ്യതയുള്ളവരാണോ? അപ്പോൾ അവരതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ പ്രശ്നം എന്താണെന്ന്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നിങ്ങൾ പുരുഷന്മാരാണ്, പുരുഷന്മാരെല്ലാം ബസ്സിൽ കയറി കഴിഞ്ഞാൽ ജാക്കി വെക്കുമോ, എല്ലാവരും പീഡിപ്പിക്കുമോ? സ്ത്രീകളുമായിട്ട് എങ്ങനെയാ? എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ? അതൊരു പുരുഷന്റെ പ്രശ്നമാണോ? അപ്പോൾ അത് അങ്ങനെ രാഹുൽ ഈശ്വർ പുരുഷനല്ല, മറ്റേ അജിത്തോ അവരാരും പുരുഷന്മാരൊന്നുമല്ല. മെൻസ് കമ്മീഷൻ ഉണ്ടാക്കി ഇറങ്ങിയേക്കുന്നവരാരും പുരുഷന്മാരാണെന്ന് തോന്നുന്നില്ല. പുരുഷന്റെ പണി അതല്ല. എന്താണിത്? ഒരു പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ കയറി പിടിക്കുകയും പോയി പമ്മി എന്നിട്ട് തട്ടുകയും മുട്ടുകയും ജാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നതാണോ പുരുഷന്റെ പണി? അതൊക്കെ അങ്ങനെയാണ് പുരുഷനെങ്കിൽ ഇവര് അടുത്ത ദിവസം തന്നെ പുരുഷത്വം കാണിക്കാൻ വേണ്ടി ബസ്സിൽ കയറി രാഹുൽ ഈശ്വരൊക്കെ ജാക്കി വെക്കണം. അതൊരു പുരുഷന്റെ പ്രശ്നമല്ല. പുരുഷൻ സ്ത്രീയുടെ മേലുള്ള അതിക്രമം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഇതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാതെ മീഡിയയും അതുപോലെ തന്നെ പോലീസും കോടതി അടക്കം നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് കാണുമ്പോൾ എല്ലാ സ്ത്രീകളും വിചാരിക്കും, പുരുഷന്മാരല്ല, ഇവൻ്റെയൊക്കെ ഭർത്താവും മോനും ഒക്കെ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇവരുടെ സഹോദരൻ ഇങ്ങനെയാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഇത് പുരുഷന്റെ എന്തോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർസ്പെക്റ്റീവായിട്ട് വരുന്നത്? എങ്ങനെയാണ്? ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകാൻ കാരണം ഇനി ചിലർക്ക് വേണമെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ ആവാൻ കാരണം അവരുടെ പേരൻസോ സഹോദരനോ കസിനോ അങ്ങനെയുള്ള ആണുങ്ങൾ വല്ലതും ഇവരെ പീഡിപ്പിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാ. അത് അവരങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അയൽവക്കത്തുള്ള ചേട്ടന്മാരെല്ലാവരും ഇവരെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. പരിചയമുള്ള മുഴുവൻ ആണുങ്ങൾ ഇവരെ പീഡിപ്പിച്ചിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെയാണ്? ഇനി അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് എല്ലാവരും അങ്ങ് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനൊരു റോളുണ്ട് അതിനകത്ത്. ഏതൊരു പെണ്ണാണെങ്കിലും കൂടുതൽ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് നോക്കുക, എല്ലാവരും അങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞാൽ അത് അവളുടെ കുഴപ്പമല്ലേ? അയാൾ അങ്ങനെ ബിഹേവ് ചെയ്താൽ ചിലപ്പോൾ കണ്ടു നിൽക്കുന്നവർ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ വല്ലതും കയറി പിടിക്കുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ആണുങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ആണുങ്ങളുടെ കുഴപ്പമാണോ? ആണുങ്ങൾ അത് കാണുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത് ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഇതിനെ വളയ്ക്കാം, ഓടിക്കാം, പിടിക്കാം. അപ്പോൾ അവർ പിടിക്കും, കൊണ്ട് പറയും കണ്ടോ എന്നെ പീഡിപ്പിച്ചതെന്ന്. അതൊരു മാനസിക പ്രശ്നമാണ്. അത് അവരുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ളവരെല്ലാവരും ഇവരെ ഇങ്ങനെയാണ് കണ്ടതെങ്കിൽ, എല്ലാവരും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ അത് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ലാതെ ഈ പറഞ്ഞ പോലെ സകല ആണുങ്ങളും ഇങ്ങനെ നടന്ന് പിടിക്കുവാണോ? ഞാൻ ഇന്നേവരെ കൊച്ചുപിള്ളേരൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബന്ധുക്കളോടൊന്നും അപമര്യാദയെ പെരുമാറിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരോടൊന്നും ഞാനിങ്ങനെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരൊന്നും ചെന്ന് പീഡിപ്പിക്കാനൊന്നും, പിടിക്കാനും തട്ടാനും മുട്ടാനും അങ്ങോട്ട് ചെന്ന് കയറാനൊന്നും പോയിട്ടില്ല. എൻ്റെ അറിവിലുള്ള ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആരും അത് വിളിച്ച് പറയുകയൊന്നും ചെയ്യത്തില്ലായിരിക്കും. എന്നാലും പലരെയും നമുക്ക് സംശയിക്കാം. ചിലരെയൊക്കെ ഇത് ചെയ്യാൻ സാധ്യതയുള്ള മൈരന്മാരൊക്കെ ഉണ്ട്. അത് ചിലരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നി, ഇവൻ ഇച്ചിരി പ്രശ്നമാണല്ലോ, ഇവനൊരു വകതിരിവില്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു പ്രശ്നം പിടിച്ച രീതിയിൽ ഇടപെടുന്നു പലയിടത്തും. അവരൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മാനസിക നില തെറ്റിയതുകൊണ്ടോ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധ്യത. ഇതൊക്കെ ഒരു മനോനിലയാണ്. അങ്ങനെ മാനസിക നില തെറ്റിയ ഒരു പീഡോഫേലിയൊക്കെ ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ കൊച്ചുങ്ങളുടെ നേരെ ചെല്ലും. പിന്നെ ഇങ്ങനെ ഭയങ്കര ഭ്രാന്തുള്ള ഈ
കഴപ്പ് മൂത്ത് ഭ്രാന്ത് പിടിച്ചു പോയെന്ന് പറയുന്ന പോലത്തെ ഒരു ഭ്രാന്ത്. അത് എന്ത് ടൈപ്പ് ഭ്രാന്താണോ, നിംഫോമാനിയ എന്നൊക്കെ പറയുന്ന പോലെ മെയിലിന് എന്താ പറയുക, അങ്ങനെ അത്രയും വല്ല അസുഖമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ആരുടെ നേരെ ചെന്നിരിക്കും. അവർ ചെയ്യുന്ന പരിപാടിക്ക് പുരുഷൻ എന്ത് ചെയ്യാനാ? അതിന് പുരുഷ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് വേണ്ടത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ആ പരിപാടി മനസ്സിലാവാഞ്ഞിട്ടാണോ ഇവന്മാർ ഇതിൻ്റെ പുറകെ ഇറങ്ങിയേക്കുന്നത്? അതോ ഇത് മനസ്സിലായിട്ട് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ ഇവരിന് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല.